അതിനിടയിൽ ഇതാ വരുന്നു മലപ്പുറം. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാപ്പ മൊത്തം ലീഗിന് വലിയ വന്നതാണ്. വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് വന്നു. വലിയ ഇമോഷണൽ ബോണ്ടിംഗ് ഉണ്ട്. ഒരു വേള അദ്ദേഹം പറഞ്ഞു ഇതൊരു പക്ഷേ എന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് മത്സരമായിരിക്കാം. പക്ഷേ കുഞ്ഞാപ്പ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതെ അതെ. പക്ഷേ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലീഗ് പ്രതീക്ഷിക്കുന്ന UDF പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് വേങ്ങര. കുഞ്ഞാപ്പ മാറിക്കൊടുത്തപ്പോൾ അവിടെ KM ഷാജി പകരം വന്നു. സബാഹിലൂടെ ഒരു അട്ടിമറി ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇടത് വിചാരിക്കുന്നു. മത്സരിച്ച് ജയിച്ചാൽ കുഞ്ഞാപ്പയും മന്ത്രിയാണ്, KM ഷാജിയും മന്ത്രിയാണ്. നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും മലപ്പുറം തൂത്തുവാരും എന്നത് തന്നെയാണ് UDFന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. തവനൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ജയിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അത് മുബഷിറിനോട് ചോദിക്കാം. മുബഷിർ, അപ്പോൾ 16 മണ്ഡലങ്ങളും ഇത്തവണ ഞങ്ങൾക്ക് അനുകൂലമാവുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല. നേരത്തെ ഉണ്ടായിരുന്ന താനൂരും തവനൂരും പൊന്നാനിയും നിലമ്പൂർ PV അൻവർ മാറിയപ്പോൾ കൈവിട്ടു പോയെങ്കിലും ആ നിലമ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഞങ്ങളോടൊപ്പം തന്നെ നിലനിൽക്കുമെന്ന് LDF പ്രതീക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും മലപ്പുറത്ത്? 5000 ബിരിയാണി മാത്രമല്ല, DJ, ഡോള്, ആഘോഷം, ഡാൻസ്, ഒരു കല്യാണത്തെക്കാൾ വലിയ ആർഭാടമാണ്. അവിടെ ഒരു നാടിന് മൊത്തം ബിരിയാണി കൊടുക്കുക. അവിടെ ഒരു കോൺഫിഡൻസിന് എതിരാളികളെ ഒക്കെ കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അതാണ് മലപ്പുറത്തിന്റെ അതാണ് ഇന്നലെ പറഞ്ഞത്. ആർക്കും വരാം കേട്ടോ. അല്ല, ബിരിയാണി വേസ്റ്റ് ആവില്ല. അതാണ്. പറയും. പക്ഷേ തീർച്ചയായും അത് തന്നെയാണ്. UDFനെ സംബന്ധിച്ച് ഇത്തവണ മലപ്പുറം ജില്ല 16 തൂത്തുവാരുമെന്ന അവകാശവാദമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുതലുള്ള പ്രകടനം മുൻനിർത്തിക്കൊണ്ടാണ് അത്ര അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ തവണ കൈവിട്ട തവനൂരും പൊന്നാനിയും താനൂരും ഒക്കെ തന്നെ ഇത്തവണ തിരിച്ചുപിടിക്കും. 16 നേരത്തെ 4 സീറ്റുകളായിരുന്നു LDFനുണ്ടായിരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടുകൂടി ഒരു സീറ്റ് UDFന്റെ ഭാഗത്തേക്ക് പോകുന്നു. 3 സീറ്റുകളാണ് LDF നിലവിലുള്ളത്. LDFനെ സംബന്ധിച്ച് അവരുടെ കക്ഷിനില, അതായത് 7-ലധികം സീറ്റുകൾ നേടുമെന്നത് എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. ഞാനിപ്പോൾ നിൽക്കുന്ന മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു കൗണ്ടിംഗ് കേന്ദ്രമാണ്. ജില്ലയിൽ 7 കൗണ്ടിംഗ് കേന്ദ്രങ്ങളാണ് ഉള്ളത്. വിവിധ മണ്ഡലങ്ങൾ, സംസ്ഥാനത്തിന് ഏറ്റവും അധികം മണ്ഡലങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ സജ്ജീകരണങ്ങളും കൗണ്ടിംഗ് സെന്ററുകളിലെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കും. സുരക്ഷാ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. UDFനെ സംബന്ധിച്ച് 16 നേടുമെന്ന വാദം ആദ്യഘട്ടം തന്നെ മുതൽ അവർ ഉയർത്തുന്നതാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് പോലും LDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കാത്ത ജില്ല എന്ന പ്രത്യേകതയുണ്ട്. ആ ആത്മവിശ്വാസം ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികളിലൂടെ തന്നെയായിരുന്നു കടന്നുപോയിരുന്നത്. UDFന്റെ പൊന്നാപുരം കോട്ടയെന്ന് അവർ അവകാശപ്പെടുന്ന ജില്ലയിൽ ക്ലീൻ സ്വീപ്പ് തന്നെ ഇത്തവണ നടത്തുമെന്ന് അവർ പറയുന്നുണ്ട്. തവനൂരിലേക്ക് എത്തുമ്പോൾ കെട്ടി ജലീലിന്റെ തേരോട്ടം ഇത്തവണ VSTOയിലൂടെ അവസാനിപ്പിക്കും. അവിടെ യുവാക്കൾ മുസ്ലിം ലീഗിൽ നിന്നൊക്കെ തന്നെ ഭിന്നിച്ചു പോയിരുന്ന വോട്ടുകളൊക്കെ തന്നെ വളരെ സജീവമായിട്ട് ഇത്തവണ UDFലേക്ക് വരും എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. അത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും. മായിനാജിയെ പോലെയുള്ള ആളുകളിൽ നിന്ന് സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അവിടെ ഇറങ്ങിയത് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട്. തവനൂരിൽ ഇത്തവണ കെട്ടി ജലീലിനെ VSTOയി പരാജയപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. പൊന്നാപുരം കോട്ടയായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ പൊന്നാനിയിൽ ഉൾപ്പെടെ UDFന് വിജയമുണ്ടാകും എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. പക്ഷേ ഇങ്ങനെയൊന്നും തന്നെ സംഭവിക്കില്ല. അട്ടിമറികളൊന്നും തന്നെ ഉണ്ടാകില്ല. 7-ലധികം സീറ്റുകൾ നേടുമെന്നുള്ളതാണ് LDF പറയുന്നത്. എന്തും സംഭവിക്കാം. അന്തു വിനീത നോക്കൂ, എത്രയും സമയം 5:38, 6 മണിയോടുകൂടി ഉദ്യോഗസ്ഥരെത്തും, പിന്നാലെ നിരീക്ഷകരെത്തും, സ്ഥാനാർത്ഥികളെത്തും, ഏജന്റുമാരെത്തും, നമ്മുടെ ടീമെത്തും.